ഹലോ, എല്ലാവർക്കും റോബിൻസൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതുതായി വരുന്ന എല്ലാ വീഡിയോസും സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളപ്പോൾ ഈ ഡിസൈനുകളൊക്കെ കണ്ടില്ലേ? നമുക്ക് എങ്ങനെയാണ് ഈ ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അത് നമ്മൾ വേണ്ടത് ഫോട്ടോഷോപ്പിലാണ് നമ്മൾ ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത്. അതിനാദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫോട്ടോഷോപ്പിൽ സിമെട്രി എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നോക്കിക്കണ്ട, സെറ്റ് സിമെട്രി ഓപ്ഷൻസ് ഫോർ പെയിൻറ്റിങ്ങിനും പെൻസിൽ ഡ്രോയിങ്ങിനും മാത്രമേ അത് പറ്റുള്ളൂ. സിമെട്രിയിൽ കുറേ ഓപ്ഷനുകളുണ്ട്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് മണ്ഡല എന്നുള്ള ഇതാണ് സെലക്ട് ചെയ്യാൻ വേണം. ഇവിടെ ചോദിക്കും സെഗ്മെൻറ്റ്സ് എത്ര, 3 സെഗ്മെൻറ്റ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് മാക്സിമം 10 ആക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർസ് ചൂസ് ചെയ്യാം. ബ്രഷ് സൈസ് സെറ്റ് ചെയ്യാം. സാമ്പിൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യപ്പോൾ ഇത് കളയാം. ഇനി വേറെ ഓപ്ഷൻ എളുപ്പം വേറെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേൺ വരും. ഇവിടെ ക്ലിക്ക് ചെയ്തു, പാറ്റേൺ വന്നു. ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ്. ഇങ്ങനെ സ്ട്രെയിറ്റ് പാറ്റേൺസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇതേ തന്നെ നമ്മളിപ്പോൾ പെൻസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബ്രഷിന് പകരം പെൻസിൽ സെലക്ട് ചെയ്തു. പെൻസിൽ സൈസ് 2 പിക്സൽ ആക്കി. മണ്ഡലയുടെ സിമെട്രി 5 ആക്കി. നമുക്ക് പെൻസിലിന് പകരം ബ്രഷിലേക്ക് തന്നെ പോവാം.
പൂക്കളൊക്കെ നമ്മുടെ ഭാവന അനുസരിച്ച് ഡിസൈനുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇഷ്ടം പോലെ. ഞാനിപ്പോൾ വേറൊരു ഇത് കാണിച്ചു തരാം. വ്യത്യസ്തമായ ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് വെറൈറ്റി ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലുള്ള ഈ ലെയറിലെ പാറ്റേൺ ചേഞ്ച് ചെയ്യണതനുസരിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഷെയ്ഡ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ നിങ്ങളുടെ ഭാവന അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതുമാതിരി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമാതിരി ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പോൾ താങ്ക് യു. ബൈ.